എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഗുരുവായൂർ ഏകാദശിയാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഏകാദശി ദിനത്തിലെ ഉച്ച ഭക്ഷണം അപ്പം ഇന്ന് പുഴുക്കാണ്. പിന്നെ നമുക്ക് ഗോതമ്പിൻ്റെ അതായത് ഗോതമ്പ് റവ ഉപ്മാവ് അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇന്നത്തെ പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മത്തൻ, കായ, ചേന, ചേമ്പ്, കപ്പ, പിന്നെ പച്ചമുളക് അതിൽ ചേർക്കാനുള്ളതാണ്. മത്തൻ പിന്നെ നമ്മളിത് ഒന്നിച്ച് വാങ്ങിയതാണ്. നല്ല മൂത്ത മത്തൻ തന്നെയാണ്. അതിൽ ഒരു കഷ്ണേ വേണ്ടു. അപ്പോൾ ഇനി അതിന് ആദ്യം തന്നെ ഈ മത്തൻ്റെ ഒരു കഷ്ണം അത് മുറിച്ചെടുക്കാം. പിന്നെ മത്തൻ പുഴുക്കിലിട്ട ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. കണ്ടോ, ഈ ഒരു കഷ്ണം ഇത് മതി. അപ്പോൾ ആദ്യം ഈ മത്തൻ തന്നെ അത് തോലൊക്കെ ചെത്തി അത് വൃത്തിയാക്കാം. ഓരോന്ന് തുടങ്ങാം. ഇന്നിപ്പോൾ ഏതായാലും ഏകാദശി ദിനത്തിലെ പുഴുക്ക് പ്രധാനമാണല്ലോ. ഇന്നിപ്പോൾ നമ്മൾ പയറുകൾ അതായത് പയറുവർഗ്ഗങ്ങളിൽ ഒന്നും ചേർക്കുന്നില്ല. കായ പിന്നെ ഒറ്റ പച്ചനേന്ത്രക്കായ, അതായത് കടല, വൻപയർ, ചെറുപയർ അതുപോലുള്ള പയറുവർഗ്ഗങ്ങളൊന്നും ചേർക്കുന്നില്ല. വലിയ ചേമ്പ് അതൊന്ന്, വലിയ ചേമ്പുണ്ട്. പിന്നെ നമുക്ക് ചെറിയ ചേമ്പുണ്ട്. കൂട്ടത്തിൽ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ട് ചെറിയ ചേമ്പ്. പിന്നെ ഇപ്പോൾ കപ്പ, അതൊരു തരക്കടില്ലാത്തൊരു വലുപ്പത്തിലുള്ളൊരു കിഴങ്ങ്. ഇതാ ഒക്കെ കഴുകി വെച്ചു. ഇനി നമുക്ക് നുറുക്കൽ തുടങ്ങാം. വലിയ ചേമ്പ് ഒക്കെ ഇങ്ങനെ ഇത് പിന്നെ കൊത്തിയിട്ടാൽ മതി. കപ്പയൊക്കെ അങ്ങനെ തന്നെ. കായ പിന്നെ 4 ഈറാക്കി നുറുക്കാം. പാകത്തിനേ ഉള്ളൂ. നമുക്ക് കുക്കറിലാണ് വെക്കുന്നത്. പാകളവിന് എല്ലാം കൂടി ചേർന്നാലും. പിന്നെ കുറച്ച് പച്ചമുളക് അതും കീറിയിടുന്നുണ്ട്. രസമാണത്. ഇന്നിപ്പോൾ ചതയ്ക്കല്ല ചെയ്തത്. നമ്മൾ ചതച്ച് ചേർക്കുമല്ലോ അവസാനം, തേങ്ങ പിന്നെ പച്ചമുളക് കറിവേപ്പില. എന്നാൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പച്ചമുളക് ഇതിൽ കീറിയിടുന്നത്. ഇനി തേങ്ങ ചിരവിയത് നേരെ ചിരകിയ ശേഷം അതാണ് ചേർക്കുന്നത്. അങ്ങനെയാണ്. അത് കുക്കറിലിടാം. ഇന്നിപ്പോൾ ഇതാ മുളക് പൊടി അതും ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി എന്നിങ്ങനെയാണ് വെക്കുന്നത്. സാധാരണ ഞങ്ങൾ വെക്കുന്നതിന് വ്യത്യസ്തമായിട്ട്. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പാകത്തിന് വെള്ളം, കാരണം നമുക്ക് ഊറ്റിക്കളയാനൊന്നും ഇല്ലാത്ത രൂപത്തിൽ തന്നെ അങ്ങോട്ട് വറ്റും അത്. ഇനി അത് വേവിച്ചെടുക്കാം. 3 വിസിൽ കഴിഞ്ഞ ശേഷം വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചിട്ടുള്ളപ്പോൾ തന്നെ ഊറ്റാനൊന്നുമില്ല. പിന്നെ പൊടികളൊക്കെ ചേർത്താലേ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കത്തിച്ച് അടുപ്പ് കത്തിച്ച ശേഷം തേങ്ങ ചിരവിയത് ഇങ്ങനെയാണ് ചേർക്കുന്നത്. ഈ അമ്പലത്തിലൊക്കെ കൂടുതലും ഇങ്ങനെ കാണാം, തേങ്ങ ചിരവിട്ട് പുഴുക്ക്. നല്ല രസമാണിത്. ചതച്ചിട്ടാലും അതേ രസമാണ്. ഇതിങ്ങനെ ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ രസമാണിത്. ഇപ്പോൾ നല്ല കട്ടയായി. ഇനിയിപ്പോൾ കറിവേപ്പില ചേർക്കാം. പിന്നെ നമുക്ക് പച്ച വെളിച്ചെണ്ണ തുളിക്കാം. ഞങ്ങൾ പിന്നെ ഇപ്പം ഇന്ന് ഇത്ര കഷ്ണങ്ങളാണ്. ഇനിയും കഷ്ണങ്ങളുണ്ട്, കുറേ കഷ്ണങ്ങൾ ഇനിയും ചേർക്കാം. കാവുത്ത് അങ്ങനെയുള്ള പല കഷ്ണങ്ങളും ഉണ്ടല്ലോ, ഒക്കെ ചേർക്കാം. ഞങ്ങൾക്ക് പിന്നെ ഇത്ര മതി. അങ്ങനെയാണ്, ഈ കഷ്ണങ്ങളാണ്.
അപ്പോൾ ഇതാ പുഴുക്ക് ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പം ഇന്നിതാ നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ഗോതമ്പ് റവ ചെറിയ നുറുക്ക് അതാണ് ഉപ്മാവിനുള്ളത്. അപ്പോൾ ഉപ്മാവ് ഇവിടെ ഏകദേശം ആയി. നമ്മൾ തേങ്ങയൊക്കെ ചിരവി ഇട്ട് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇത് നെയ്യിലാണ് ഉണ്ടാക്കുന്നത്, നെയ്യിലാണ്. പിന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക് അതൊക്കെ താളിച്ച് അങ്ങനെ അതും ഇവിടെ റെഡിയായി. ഏതായാലും കഴിക്കായി. അമ്മയ്ക്ക് ഉപ്മാവ് അത് കൊടുക്കാം. പിന്നെ പുഴുക്ക് ഇതൊക്കെ നല്ല കട്ടയായി. അപ്പം ഇന്ന് ഉപ്മാവും പുഴുക്കാണ് ഉച്ചഭക്ഷണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.